നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. കുടിൽ കെട്ടിയുള്ള സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. അവിടെ പോലീസുണ്ട്. അവർ പറയുന്ന കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഈ സമരത്തിന്റെ ഭാഗമായി വരാൻ ശ്രമിക്കുന്ന ആളുകളുടെ ബസ് പോലും പോലീസ് തടയുകയാണ്. 2 ബറ്റാലിയനൊക്കെ പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തിനാണ് എല്ലാം നഷ്ടപ്പെട്ടവരെ ഇങ്ങനെ ഇനിയും പീഡിപ്പിക്കുന്നതെന്ന ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. കമൽ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. കമൽ, ഈ സമരം എന്തെങ്കിലും ഒരു സമവായത്തിനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും ആളുകളെ അങ്ങോട്ട് വിടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സമരക്കാർ ഇപ്പോഴും പോകുമെന്ന നിലപാടിൽ തന്നെയാണ്. പല പല പ്രശ്നങ്ങളാണ് ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം 5 സെന്റ് സ്ഥലവും വീടും കൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർ, ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, അത്തരം ആളുകളെ ഒന്നും പരിഗണിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ വീട് നഷ്ടപ്പെടാത്തവർ തന്നെ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അത്തരക്കാരെ പരിഗണിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അവകാശികളില്ലാത്തതിന്റെ പേരിൽ അടുത്ത ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും സമരക്കാർ പ്രകടനമായി പോലീസിന് എതിർവശത്തേക്ക്, അതായത് ബേലിപ്പാലത്തിന് എതിർവശത്തേക്ക് പ്രകടനമായി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ജനശബ്ദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അവർ നേരത്തെ കഞ്ഞിയൊക്കെ വെച്ച ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി പ്രതീകാത്മക കുടിൽക്കെട്ടൽ സമരമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ ഇപ്പോൾ ആ കുടിൽക്കെട്ടൽ സമരം നടത്തിയിരുന്ന ആ ഭാഗത്തേക്കാണ് പ്രകടനമായി നീങ്ങുന്നത്. പോലീസുമായുള്ള ഒരു തർക്കം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് അവർ പിന്നോട്ട് നീങ്ങുകയാണ്. ഇനി പുഴ കടന്ന് അക്കരയ്ക്ക് പോകുമോ എന്നറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പോലീസിനുമായുള്ള തർക്കത്തിൽ നിന്ന് പിന്മാറി പുറകോട്ട് നീങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജനശബ്ദം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ സമരം തുടങ്ങിയത്. അവർ ഉന്നയിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പുനരധിവാസം അത് സമഗ്രമല്ല. അത് ഏതാനും ആളുകൾക്ക് 5 സെന്റ് ഭൂമി വീടും നൽകുന്ന ഒരു പുനരധിവാസമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അതല്ലാതെ പുറത്തുണ്ട്. അതൊന്നും ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ആരോപണം. മറ്റൊന്ന്, ഈ ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളുകൾ, അവരെ ഉൾപ്പെടുത്തുന്നില്ല. അവരോട് അവിടെ തന്നെ താമസിക്കാൻ ആവശ്യപ്പെടുകയാണ്. അത് അംഗീകരിക്കാനാകില്ല. മറ്റൊന്ന്, കൃഷിഭൂമിയും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട ആളുകൾ, അവരെ സർക്കാർ ചേർത്ത് പിടിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. മുഴുവൻ ആളുകളെയും ആദ്യം സർക്കാർ പറഞ്ഞതുപോലെ 1024 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇപ്പോൾ സർക്കാർ 1ാം ഫേസിൽ 242 കുടുംബങ്ങൾ, 2ാം ഘട്ടത്തിൽ 81, മൂന്നാമതൊരു ലിസ്റ്റ് കൂടി 500 പേരുടേത് വരാനുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് പോരാ. ആദ്യം പറഞ്ഞതുപോലെ ഈ മേഖലയിൽ, ഈ പ്രദേശത്ത് ഉള്ള മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതായത് അതിലുള്ള സോർട്ടിങ്, അതെങ്കിൽ ഏതെങ്കിലുമുള്ള തരത്തിലുള്ള ക്രൈറ്റീരിയ, അതൊന്നും സ്വീകാര്യമല്ല. ഈ പ്രദേശത്ത് ഇനി ജനവാസം സാധ്യമല്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും അവിടെ ജോൺ മത്തായി റിപ്പോർട്ട് ഒന്നും കണക്കിലെടുക്കാതെ, അതിൽ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുക എന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഈ ഭാഗത്താണ് അവർ പുഴയുടെ കരയിൽ, ചൂരൽമല പുഴയുടെ കരയിൽ നേരത്തെ കഞ്ഞിയൊക്കെ തയ്യാറാക്കിയിരുന്നു. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രകടനവുമായി നീങ്ങുന്നത്. ഏതാണ്ട് 100ഓളം ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ബസ് എത്തിയപ്പോഴൊക്കെ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും സമരക്കാർ ഇപ്പോൾ പോലീസുമായുള്ള തർക്കത്തിൽ നിന്ന് പിന്മാറി ചുരൽമല ടൗണിന്റെ വശത്ത് നേരത്തെ സ്ത്രീകളൊക്കെ വരുന്നുണ്ട്. നേരത്തെ ഇവർ പറഞ്ഞ ആ ബസ് നേരത്തെ പോലീസ് തടഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. ആ ബസ് അവിടേക്ക് എത്തിയതാണോ? അതിൽ വന്ന ആളുകളാണോ ഇത്? ഇവരൊക്കെ നേരത്തെ തന്നെ സമരത്തിലുള്ള ആളുകളുണ്ട്. കൂടുതലായി വന്ന ആളുകൾ ബസ്സിൽ എത്തിയതായിരിക്കണം. കാരണം പോലീസ് അങ്ങനെ തടഞ്ഞിട്ടില്ല എന്ന് പോലീസ് അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ നേരത്തെ കുടിൽകെട്ടി കഞ്ഞി വെച്ച സ്ഥലത്ത് അവർ കഞ്ഞി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും പോലീസുമായുള്ള തർക്കം അവസാനിപ്പിച്ച ഇങ്ങോട്ട് പിൻവാങ്ങിയിരിക്കുന്നു. പോലീസ് ഒരു തരത്തിലും ബേലിപ്പാലത്തിന് അപ്പുറത്തേക്ക് ആളുകളെ വിടില്ല എന്നുള്ള നിലപാടിലാണ് അവിടെ തടഞ്ഞത്. അതിന്റെ പേരിൽ ഉന്തും തള്ളും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി. ഇപ്പോഴെന്തായാലും അവിടെ നിന്ന് പിൻവാങ്ങി ചൂരൽമല ടൗണിൽ കടകൾക്ക് പിൻഭാഗത്ത് നേരത്തെ അവർ അടുപ്പ് കൂട്ടി കഞ്ഞി ചായയൊക്കെ തയ്യാറാക്കിയിരുന്നു. ആ ഭാഗത്തേക്ക് ആളുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വൈകാരികമായ പ്രതികരണങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അതിൽ പലർക്കും
കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, ചൂരൽമല ടൗണിലെ കെട്ടിട ഉടമകളുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല. അവരൊക്കെ ഗൾഫിൽ വർഷങ്ങളോളം അധ്വാനിച്ച ഷോപ്പിംഗ് മുറികൾ ഉണ്ടാക്കി അതിന്റെ വരുമാനം കൊണ്ടൊക്കെ ജീവിച്ചിരുന്നവരാണ്. അവരുടെ കാര്യമൊന്നും സർക്കാർ ഒന്നും പറയുന്നില്ല. ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്തൊരു ദുരന്തത്തെ നേരിട്ട ആളുകളാണ്. സമാനതകളില്ലാത്ത പുനരധിവാസം നടപ്പാക്കുമെന്നുള്ള ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു. പക്ഷേ അതിങ്ങനെ നീണ്ടുപോകുന്നതിനിടയിലാണ് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയും അത്രമേൽ പ്രസക്തമാണ്. അതായത് ഈ തയ്യാറാക്കിയിട്ടുള്ള കരട് പട്ടികയിൽ പലരുടെയും പേര് പോലുമില്ല. അവർ പറയുന്ന സമയത്ത് വരെ അവർ വാക്കുകൾ ഇടറിപ്പോകുന്നു, ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. ആ വേദനയിൽ നിന്നും ഇനിയും മുക്തി നേടാത്ത മനുഷ്യന്മാരാണ് അവർ. ആ വേദനകളൊക്കെ പറയുകയാണ്. രണ്ടാമത്തെ കരട് പട്ടിക പുറത്തു വന്നപ്പോഴും അതിൽ ഇടം പിടിക്കാതെ പോയവർ, മറ്റേതൊക്കെയോ പേരുകൾ, അവിടെ ഇല്ലാത്ത ആളുകളുടെ പേരുകൾ ആ പട്ടികയിൽ ഉൾപ്പെടുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടൗൺഷിപ്പ് തുടങ്ങുമെന്നും നിർമ്മിക്കുമെന്നും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ സർക്കാർ നൽകും. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്നാണ് ഇന്നലെയും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. മറ്റ് വീഴ്ചകളൊന്നും അതിൽ സംഭവിക്കില്ല എന്നും. പക്ഷേ ഇത് നീണ്ടുപോവുകയാണ്. ജൂലൈ 29-ന് ഉണ്ടായ ദുരന്തമാണ്. ഇന്നിപ്പോൾ ഫെബ്രുവരി മാസവും കടന്നു പോകുന്നു. ഇപ്പോഴും അതെവിടെയും എത്താത്തതിനെ തുടർന്നാണ് ഈ ഒരു വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ജനകീയ പ്രതിഷേധമായി മാറുന്ന കാഴ്ചയുമാണ് ചൂരൽമലയിൽ നിന്ന് നമ്മൾ കാണുന്നത്. കുടിൽ കെട്ടിയുള്ള സമരമെന്ന് പറഞ്ഞു, അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിൽ കെട്ടി കഞ്ഞി വെച്ചുള്ള സമരത്തിലേക്ക് നീങ്ങുകയാണ് അവിടെയുള്ള മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ.